Nios പ്ലസ് ടു കെമിസ്ട്രി 4th ചാപ്റ്റർ കെമിക്കൽ ബോണ്ടിങ്. കെമിക്കൽ ബോണ്ടിങ് എന്താണെന്നാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ആദ്യം പഠിക്കുന്നത്. ഒരു തന്മാത്രാ രൂപീകരണത്തിൽ ആറ്റങ്ങളെ പരസ്പരം ചേർത്തു നിർത്തുന്ന ആകർഷണ ബലത്തെ രാസബന്ധനം അഥവാ കെമിക്കൽ ബോണ്ടിങ് എന്ന് പറയുന്നു. When two atoms combine together, the bond formed between them is called a chemical bond. Thus, the chemical bond is the force that holds the atom together within a molecule. A chemical bond may be visualized as an effect that leads to decrease in energy. There are three types of chemical bonds. First one, ionic or electrovalent bond. Second one, covalent bond. And third one, coordinate covalent bond. Ionic or electrovalent bond എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഇലക്ട്രോൺസിൻ്റെ ലോസ് അല്ലെങ്കിൽ ഗെയിൻ, ഈ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് സംഭവിക്കുമ്പോഴാണ് അയോണിക് ഓർ ഇലക്ട്രോവാലൻ്റ് ബോണ്ട് ഉണ്ടാവുന്നത്. ഇനി കോവാലൻ്റ് ബോണ്ടോ, ഇറ്റ് ഈസ് ഫോംഡ് ബൈ മ്യൂച്വൽ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ് ബിറ്റ്വീൻ ടു ആറ്റംസ്. രണ്ട് ആറ്റങ്ങൾ തമ്മിൽ ഇലക്ട്രോൺസ് മ്യൂച്വലി ഷെയർ ചെയ്യുമ്പോൾ അവിടെ കോവാലൻ്റ് ബോണ്ട് ഉണ്ടാവുന്നു. ഇനി കോർഡിനേറ്റ് കോവാലൻ്റ് ബോണ്ടോ, ഇറ്റ് ഈസ് ഫോംഡ് ഡ്യൂ ടു പ്രൊവൈഡിങ് എ പെയർ ഓഫ് ഇലക്ട്രോൺസ് ബൈ വൺ ആറ്റം ഓൺലി ഫോർ. ക്ഷണത്തിൽ ഏർപ്പെടുമ്പോൾ ഒരു ആറ്റം തന്നെ അതിൻ്റെ രണ്ട് ഇലക്ട്രോണുകളെ ഷെയർ ചെയ്യുമ്പോൾ അതിനെ നമ്മൾ കോർഡിനേറ്റ് കോവാലൻ്റ് ബോണ്ട് എന്ന് വിളിക്കും. Ionic or electrovalent bond. According to Cosel's theory, an ionic bond is formed when the combining atoms acquire noble gas configuration by loss or gain of electrons. Thus, an ionic bond involves the transference of electrons from one atom to other. എന്താണ് അയോണിക ബന്ധനം അഥവാ അയോണിക് ബോണ്ട്? ഇലക്ട്രോൺ കൈമാറ്റം മൂലമുണ്ടാകുന്ന രാസബന്ധനമാണ് അയോണിക ബന്ധനം അഥവാ അയോണിക് ബോണ്ട്. വിപരീത ചാർജുള്ള അയോണുകൾ തമ്മിലുള്ള വൈദ്യുത ആകർഷണമാണ് അയോണിക ബന്ധനത്തിലെ അയോണുകളെ ചേർത്തു നിർത്തുന്നത്. പോസിറ്റീവ് അയോണുകളെ കാറ്റയോൺ എന്നും നെഗറ്റീവ് അയോണുകളെ ആനയോൺ എന്നും പറയുന്നു. ഉദാഹരണം, സോഡിയവും ക്ലോറിനും തമ്മിലുള്ള അയോണിക ബന്ധനത്തിൽ സോഡിയം ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുത്ത് സോഡിയം അയോണായും ക്ലോറിൻ ഒരു ഇലക്ട്രോണിനെ സ്വീകരിച്ച് ക്ലോറൈഡ് അയോണായും മാറുന്നു. Characteristic properties of ionic compounds. Ionic compounds exist as crystalline solids. They have high melting and boiling points because of strong electrostatic interactions between the ions. They are generally soluble in water. They are less soluble in nonpolar solvents such as alcohol, ether. They conduct electricity in aqueous solution or when in molten state. Covalent bond. A covalent bond is formed due to mutual sharing of same number of electrons between the two combining atoms. ആറ്റങ്ങൾ തമ്മിൽ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് മ്യൂച്വൽ ഷെയർ ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാവുന്ന രാസബന്ധനത്തെ നമ്മൾ കോവാലൻ്റ് ബോണ്ട് എന്നാണ് പറയുക. Polar covalent bond. In electron dot formula, the shared pair of electron is generally shown in the middle of the two combining atoms. In case a covalent bond is formed between two atoms of different elements, the shared pair of electrons is attracted more towards the more electronegative element. As a result, the more electronegative element becomes slightly negatively charged and the less electronegative element becomes slightly positively charged. Thus, due to unequal sharing of electron pair, the covalent bond acquires partial ionic character or polarity in the molecule. The polarity in HCl and HF can be shown as below. രാസബന്ധനത്തിൽ ഏർപ്പെടുന്ന ദ്വയാറ്റോമിക മൂലക തന്മാത്രകളുടെ രണ്ട് ആറ്റങ്ങളുടെയും ഇലക്ട്രോ നെഗറ്റിവിറ്റി വിലകൾ തുല്യമായാൽ പങ്കുവയ്ക്കപ്പെടുന്ന ഇലക്ട്രോൺ ജോഡിയെ അവ തുല്യമായാണ് ആകർഷിക്കുക. എന്നാൽ സംയുക്ത തന്മാത്രകളിൽ ഈ കാര്യം വ്യത്യസ്തമായാണ് സംഭവിക്കുന്നത്. ഈ ഒരു കാര്യം ഹൈഡ്രജൻ ക്ലോറൈഡിൻ്റെ രാസബന്ധനത്തിലൂടെ വ്യക്തമാക്കാം. സഹസംയോജക ബന്ധനത്തിലുള്ള രാസപ്രവർത്തനത്തിൽ ക്ലോറിനാണ് ഹൈഡ്രജനേക്കാൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഉള്ളത്. അതുകൊണ്ട് തന്നെ ക്ലോറിൻ ഇലക്ട്രോൺ ജോഡിയെ കൂടുതലായി ആകർഷിക്കാനുള്ള പ്രവണത കാണിക്കുന്നു. ഇതിൻ്റെ ഫലമായി സഹസംയോജക സംയുക്തമായ ഹൈഡ്രജൻ ക്ലോറൈഡിൽ ക്ലോറിൻ്റെ ഭാഗത്ത് ഭാഗികമായ നെഗറ്റീവ് ചാർജും, അതായത് ഡെൽറ്റ നെഗറ്റീവ് ചാർജ് എന്ന് പറയും, ഹൈഡ്രജൻ്റെ ഭാഗത്ത് ഭാഗികമായ പോസിറ്റീവ് ചാർജും ഉണ്ടാകുന്നു. ഇത് രാസബന്ധനത്തിലെ പോളാർ സ്വഭാവമായി പരിഗണിക്കുന്നു. പോളാർ സ്വഭാവത്തിലൂടെ ഭാഗികമായ വൈദ്യുത ചാർജ് നേടുന്ന സംയുക്തങ്ങളാണ് പോളാർ സംയുക്തങ്ങൾ അഥവാ പോളാർ കോവാലൻ്റ് ബോണ്ടാണ് അവിടെ സംഭവിക്കുന്നത്.
രാസബന്ധനത്തിൽ ഏർപ്പെടുന്ന സമയത്ത് ഒരേ ആറ്റത്തിൻ്റെ തന്നെ 2 ഇലക്ട്രോണുകളെ പങ്കുവയ്ക്കുന്നുണ്ടെങ്കിൽ അതിനെ കോർഡിനേറ്റ് കോവാലന്റ് ബോണ്ട് എന്ന് പറയുന്നു. It is special type of covalent bond in which both the electron for sharing between 2 atoms are provided by one and the same atom. Characteristic properties of covalent compounds. Covalent compounds have low melting and boiling points due to weak forces of interaction between the molecules. They are generally insoluble in water and dissolve in nonpolar solvents like carbon tetrachloride and benzene. They are poor conductors of electricity because they lack ionic species. ഒരു ഹൈഡ്രജൻ ആറ്റവും ഇലക്ട്രോനെഗറ്റീവ് ആറ്റവും തമ്മിൽ ഹൈഡ്രജൻ ബോണ്ടിങ് സംഭവിക്കുന്നു. ഉദാഹരണത്തിന് ഹൈഡ്രജൻ ആറ്റവും ഓക്സിജനും അല്ലെങ്കിൽ ഹൈഡ്രജൻ ആറ്റവും ഫ്ലൂറിനും അല്ലെങ്കിൽ ഹൈഡ്രജൻ ആറ്റവും ക്ലോറിനും തമ്മിൽ ഹൈഡ്രജൻ ബോണ്ടിങ് സംഭവിക്കുന്നു. ഇങ്ങനെ ഉണ്ടാവുന്ന ബോണ്ട് ഒരു അയോണിക് ബോണ്ടിനേക്കാളും കോവാലന്റ് ബോണ്ടിനേക്കാളും ദുർബലമാണ്. എന്നാൽ വാൻഡെർവാൾസ് ശക്തികളേക്കാൾ ശക്തമാണ്. ഹൈഡ്രജൻ ബോണ്ടിനെ ഒരു തരം ദുർബല രാസ ബോണ്ടായി തരംതിരിച്ചിരിക്കുന്നു. When 3 most electronegative elements, namely nitrogen, oxygen and fluorine, are attached to hydrogen atom, a weak bond is formed between hydrogen atom of one molecule and highly electronegative atom of other molecule. This is called hydrogen bonding.